കടുവയുടെ ഈ വ്യൂ നല്ല ഭംഗിയുണ്ട് കാരണം നല്ല ലുക്ക് ആയിട്ട് നല്ല രസം കേട്ടാ. നമ്മുടെ കടുവേനെ സെറ്റ് ചെയ്തുള്ള സ്ഥലാട്ടാ. കടുവേരെ എന്താ പറയാ ആ കൂടൊക്കെ നല്ല രസത്തിൽ എന്താ പറയാ കാട്ടില് ഉള്ള ഒരു ഇതുപോലെയാണ്. അതൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടേ. അത് വെള്ളത്തിന്റെ സ്പ്രിംഗ്ലർ വെച്ചിട്ട് വെള്ളം നനച്ചു കൊടുക്കണ്ട ആ ഏരിയ ഒക്കെ. കടുവയ്ക്ക് സുഖമായിട്ട് നടന്നു പോകുന്ന ഏരിയ ഒക്കെ നല്ല സെറ്റായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട്. എവിടെ എല്ലാത്തിനും ഒരുമിച്ച് വിടില്ല അവര്. നമുക്ക് ഇത്ര ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇത് നമുക്കിപ്പോ ഇവിടെ മാത്രമേ ഉള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള മൃഗശാലകളിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ പോയി നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റില്ല. എന്നെ കണ്ടിട്ട് നമ്മുടെ യാത്ര അങ്ങനെ ഇന്ത്യൻ ഗൗർ നമ്മുടെ കാട്ടുപോത്തിന്റെ അടുത്തേക്കുള്ള യാത്രയാണ്. കാട്ടുപോത്ത് ഇവിടെയാണ്. അപ്പോൾ കാട്ടുപോത്തിനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാട്ടുപോത്ത് ഇവിടെയാണ്. കാട്ടുപോത്തിനെ നമുക്ക് കാണാം. കാട്ടുപോത്തിന് ഈ അതെ അവിടെ നടക്കേണ്ട ഗടി ഉണ്ടാ നേരെ നോക്കണേ മോളെ. അവിടെ നടക്കണ്ടവൻ. പക്ഷെ ഇവിടെ ഫുഡ് കൊടുക്കണ പാത്രങ്ങൾ കണ്ടോട്ടെ. അവിടെ ഉണ്ട് കാട്ടുപോത്ത് കണ്ട. ശരിക്കും ആൾക്കാരുടെ ഒരു ശല്യമില്ല ഇവിടെ. കൊറേ നടന്ന് ക്ഷീണിക്കും, അങ്ങനെ ഒരു കാര്യമുണ്ട്. അയ്യോ ശരിക്കും ശ്രീധുന്റെ മുടി ഒന്ന് ഏരിയമ്മ. അപ്പോൾ നമ്മൾ വെറൈറ്റി വീഡിയോ ആണ് ഇപ്പോൾ നമ്മുടെ ഗ്ലിംബിൽ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. എങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കണമെന്ന് ഗ്ലിംബലിന് തന്നെ അറിയാമല്ലോ. ഇവിടെ മുടിയിരാൻ വന്നവരൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാറുണ്ട്. ഉഷ്ണിച്ചേ ഗ്ലിംബിള് അതിന്റെ തനതായ രീതിയിൽ എന്തൊക്കെയോ വാസ്തുശില്പം കുത്തി കുറിക്കുന്നത് പോലെ വീഡിയോ എടുത്തോണ്ടിരിക്കും. കുടിക്കല്ലേ മോളെ. അപ്പൊ പോവാ നമ്മുടെ യാത്ര. എമു ഹിപ്പോപ്പൊട്ടാമസ് എന്നിവയെ തേടിയുള്ള നമ്മുടെ യാത്ര. അത് കഴിഞ്ഞ പോവാ. സത്യം ടൈം എത്രയായി? അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഗൗറിനെ നമ്മുടെ കാട്ടുപോത്തിനെയൊക്കെ കണ്ടിട്ട് നമ്മുടെ യാത്ര അടുത്തത് എമു പിന്നെ അതുപോലെ ഹിപ്പോ. അപ്പോൾ അതിനൊക്കെ കാണാൻ പോവാണ്. താഴേക്കാണ് വഴിയെന്ന് നമ്മൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോഗ്രാഫർ ശ്രീലക്ഷ്മിയാണ്. നന്നായി വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്താ വെച്ചാൽ ശ്രീലക്ഷ്മിക്ക് വീഡിയോ എടുത്ത് പ്രാക്ടീസ് ചെയ്യണമെന്നൊരു ആഗ്രഹം. അപ്പോൾ മലയാളം മുകളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഹിപ്പോനെയും കണ്ടിട്ട് വരാം അല്ലേ. അപ്പം അങ്ങനെയാവട്ടെ. അപ്പോൾ നമ്മൾ എമുവിൻ്റെ അടുത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എമു നമ്മുടെ വലത് ഭാഗത്താണ് എമുവിനെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അവസാനം ഇലക്ട്രിക് ബസ്സിൽ തിരിച്ച് നമ്മുടെ ഗേറ്റിലേക്ക് തന്നെ തിരിച്ചു പോവാം. അതെ ഓക്കെ. അപ്പോൾ പോരെ, എമുവിനെ കണ്ടിട്ട് ഇങ്ങോട്ട് പോവാം. എമുവിനെ കണ്ടിട്ട് തിരിച്ചു പോരാ. ഓഫ് ചെയ്തോ മോളെ. നമ്മുടെ എമുവിനെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. എമുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എമുവിനെ റിയ അമേരിക്ക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം എമുവിനെയും റിയനെയൊക്കെ കാണാം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ അവിടുത്തെ ഗാർഡ് ചേട്ടൻ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, നമ്മൾ തിരിച്ച് ഈ മലയൊക്കെ തിരിച്ച് കയറണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞത്. നമുക്ക് അതിന് അങ്ങോട്ട് ഇനി എൻട്രൻസ് ഇല്ല. പക്ഷെ നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ട് കേട്ടോ. പക്ഷെ അവിടേക്ക് അങ്ങോട്ട് കടത്തിക്കൊണ്ടില്ല. നോക്കിയേ ആ ഭാഗത്ത് അവര് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. തിരിച്ച് ഇത് കുന്ന് അങ്ങോട്ട് തന്നെ തിരിച്ച് കയറുന്നാണ് ഗാർഡ് ചേട്ടൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ യാത്ര ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ. അതിന്റെ ഒരു അപ്പൊ നമുക്ക് നമുക്ക് ഹിപ്പോ ഉണ്ടാവും ഇതിന്റെ ഉള്ളില്. ഹിപ്പോനെ കാണാൻ പറ്റിയിട്ടില്ല. നമുക്ക് യാത്ര തിരിക്കാം അല്ലേ. മുകളിലേക്ക് കയറാം. പോവാ. നമ്മുടെ യാത്ര മുകളിലേക്ക് തിരിച്ചു നടക്കുകയാണ്.